പ്രകൃതി രമണീയമായ ആ പുഴക്കടവിൽ അയാൾ വള്ളം തുഴഞ്ഞു വരികയാണ്. അപ്പോഴാണ് ദൂരെ നിന്നും ഒരു വഞ്ചി തുഴഞ്ഞു വരുന്നത്. വഞ്ചി നിറയെ പാൽക്കുടങ്ങൾ നിരത്തി വെച്ച് വരുന്നവൾ മെല്ലെ പാടുന്നുണ്ട്. പാടിയും തുഴഞ്ഞും വഞ്ചി വന്നിരുന്നത് ഞങ്ങളുടെ വീടിൻ്റെ മുന്നിലാണ്. ഒരു പാത്രം പാൽ ഞങ്ങളും വാങ്ങുന്നുണ്ട്. ഞങ്ങളെ വീട്ടിൽ പാൽ തന്നിട്ടാണ് അവൾ മറ്റുള്ളിടത്ത് പാൽ വിൽക്കാൻ പോകുന്നത്. പാലും പാത്രവുമായി പെണ്ണ് ഓടി വരികയാണ്. പാലും പാത്രവും തിണ്ണയിൽ വെച്ചിട്ട് നോക്കണം. നീലപ്പുള്ളികളുള്ള മഞ്ഞ ജാക്കറ്റിൽ മഞ്ഞ തുങ്ങലുകൾ തുന്നിച്ചേർത്ത് കൈകളിൽ പൊട്ടിപ്പൊട്ടിച്ചിരിക്കും വിളകളും കൈതപ്പൂ തിരികെ ചുരുളൻ മുഴക്കെട്ടും പുഞ്ചിരി അടരാത്ത മുഖവും തേനൂറുന്ന കൊഞ്ചലും മറക്കുമോ നിശയെ നിങ്ങളിന്ന്, മറക്കുമോ നിശയെ നിങ്ങളിന്ന് എന്നും അയാൾ അവളോട് ചോദ്യം ചോദിക്കും. എന്താണ് പെണ്ണേ നിൻ്റെ പേരെന്താണ്, പെണ്ണേ നിൻ്റെ പേരെന്താണ്? എന്തിനാണ് അവളുടെ സംസാരം കേൾക്കാൻ നല്ല രസമാണ്. മണിയൊച്ച പോലെയുള്ള അവളുടെ സംസാരം കേൾക്കാൻ നല്ല രസമാണ്. പെണ്ണേ നിൻ്റെ പേരെന്താണ്? അവളുടെ സംസാരം കേൾക്കാൻ നല്ല രസമാണ്. എപ്പോഴും മറക്കുന്ന ചേട്ടൻ, എപ്പോഴും മറക്കുന്ന ചേട്ടൻ. അയാൾ പറയാണ്, പാലെനിക്കിനി വേണ്ട, പാലെനിക്കിനി വേണ്ട. കവിളിൽ ചെങ്കുങ്കുമം വീണപ്പോൾ തൊടുത്തവൾ കരയാനാരംഭിക്കും. കവിളിൽ ചെങ്കുങ്കുമം വീണപ്പോൾ തൊടുത്തവൾ കരയാനാരംഭിക്കും. ചേട്ടാ, പേര് ഞാൻ പറഞ്ഞാലോ? ഇനി പേര് പറയാത്തത് കൊണ്ടാണ് ആ ദ്രോഹി പാല് വേണ്ടെന്ന് പറഞ്ഞതെങ്കിലോ? എന്നാൽ പേര് പറഞ്ഞേക്കാം. അയാൾ ഇതൊന്നും ശ്രദ്ധിച്ചില്ല. അയാൾ ദൂരേക്ക് നോക്കി നിൽക്കുകയാണ്. അവൾ മുഖം വെട്ടിച്ച് ദൂരേക്ക് നോക്കിക്കൊണ്ട് പറയാണ്, പാലെടുത്തിട്ട് പാത്രം കൊടുത്തേക്കാൻ. നിഷ പോട്ടെ പാത്രം തിരിയെ തരൂ ചേട്ടാ, അവന കിളിയുടെ കൊഞ്ചലിങ്ങനെ നീളം. പാത്രം തിരികെ തരാം, പാലെടുത്തിട്ട് പാത്രം തിരികെ കൊടുത്തേക്കാൻ. നിഷ പോട്ടെ പാത്രം തിരിയെ തരൂ ചേട്ടാ, നിഷ പോട്ടെ പാത്രം തിരിയെ തരൂ ചേട്ടാ, അവന കിളിയുടെ കൊഞ്ചലിങ്ങനെ നീളും, അവന കിളിയുടെ കൊഞ്ചലിങ്ങനെ നീളം. അയാൾ ഇതൊന്നും ശ്രദ്ധിച്ച ഭാവം കാണിച്ചില്ല. പാദസരങ്ങൾ കിലുക്കി കിലുക്കി, പാദസരങ്ങൾ കിലുക്കി കിലുക്കി, പാവാടക്കാരി അകന്നുപോയി. അവൾ ദൂരേക്ക് പോയി കഴിഞ്ഞു. വഞ്ചി തുഴഞ്ഞ് അവൾ ദൂരേക്ക് പോയി കഴിഞ്ഞു. ആഹാ, അപ്പോഴേക്കും പിണങ്ങിയോ? കഷ്ടമായിപ്പോയി. അങ്ങനെ പറയണ്ടായിരുന്നു. നാളെ വരുമല്ലോ, നാളെ വരുമ്പോൾ അവിടെ പറഞ്ഞ് സമാധാനിപ്പിക്കണം എന്നയാൾ ആലോചിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് അയാളുടെ മനസ്സിൽ ഒരാശയം തോന്നി. നാളെ വരുമ്പോൾ അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കണം, അവൾക്ക് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കണം. ആ പ്രദേശത്ത്, പ്രശാന്തസുന്ദരമായ ആ പ്രദേശത്ത് പാറിപ്പറന്ന് നടക്കുന്ന ഒരു പൊന്നോമന പെൺകുട്ടി നിഷയുടെ കഥ ഇനിയും തുടരും. നിഷ.